എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളായിട്ട് സിബിച്ചിന്റെ കേരളത്തിലെ യാത്രകളിലേക്ക് സ്വാഗതം. One, two, three. കേരളത്തിലെ ആദ്യത്തെ യാത്ര ഞങ്ങൾ വടക്കൻ ജില്ലകളാണ് പ്ലാൻ ചെയ്തത്. മറ്റൊന്നുമല്ല, കോഴിക്കോട് ആയിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് നമുക്ക് അത്യാവശ്യം വലിയൊരു സുഹൃത്ത് വലയം ഉണ്ട്. അപ്പോൾ ആ സുഹൃത്ത് വലയവും പിന്നെ നമ്മുടെ വീട് അവിടെ വാടകയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടൊക്കെ ഒന്ന് പോയി കാണണം എന്നൊക്കെ കരുതി നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വടക്കൻ കേരളത്തിലോട്ട് നമുക്ക് പോകണമെങ്കിൽ അങ്കമാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കുപ്പിക്കഴുത്ത് പോലെയുള്ള ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് ഹൈവേ കയറിയാൽ മാത്രമേ നമുക്ക് തൃശ്ശൂര്, കോഴിക്കോട്, കാസർഗോഡിനൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ. യൂറോപ്പിൽ നമ്മൾ വാഹനം ഓടിച്ച് നല്ല മര്യാദ പാലിച്ച് ലൈൻ ട്രാഫിക് ഒക്കെ പാലിച്ച് നമ്മൾ വണ്ടിയോട് കൃത്യമായിട്ടുള്ള അകലമൊക്കെ പാലിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ നടപടി ആവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1-2 ദിവസം ഇവിടെ ഡ്രൈവ് ചെയ്താലേ പറ്റുള്ളൂ. കാരണം നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് ഇവിടെ. ആദ്യം ആരും ഓടിച്ചു കയറ്റണോ അവനങ്ങ് റോഡങ്ങ് കയ്യേറുവാണ്. അപ്പോൾ ഹൈവേയിൽ എത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ സാരഥി എന്നാ പറയുക ഡ്രൈവിംഗ് സംഭവം നമ്മുടെ പെണ്ണുമ്പിള്ള ഏറ്റെടുത്തു. പുള്ളിക്കാരത്തിയാണെങ്കിൽ യൂറോപ്യൻ ലൈസൻസ് ഒക്കെ ഉണ്ടെന്നുള്ള ആ ഒരു അഹങ്കാരം മനസ്സിലില്ലാത്ത രീതിയിൽ ഒക്കെയാണ് തുടങ്ങിയത്. പക്ഷെ പണി പാളിയെന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ ഹൈവേ കയറി കഴിഞ്ഞപ്പോൾ തലങ്ങും വിലങ്ങും ഇടതുനിന്നും വലതുനിന്നും ഒക്കെ വണ്ടികൾ ഇടിച്ചു കയറുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഡ്രൈവിങ്. എന്നാലും കേരളത്തിൽ നമ്മൾ ഡ്രൈവിങ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് നേടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിന്റെ ഏത് ഏരിയ പോയാലും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും. Fabian, where is Amma? What she's doing? She's driving. She's driving a what? എന്റെയൊക്കെ ചെറുപ്പത്തിൽ തൃശ്ശൂര് ഹൈവേയിൽ കയറി നാഷണൽ ഹൈവേ കൂടെ കയറിയിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ പെണ്ണുമ്പിള്ളെ ഇത് പറഞ്ഞ പോലെ തന്നെ ഹൈവേ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓടിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി യൂറോപ്യൻ ലൈസൻസ് വെച്ചിട്ടാണല്ലോ ഓടിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് പോണ സമയത്ത് വടക്കോട്ട് പോകും തോറും ഹൈവേ 6 വരി ഹൈവേ പല സ്ഥലത്തും പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിടെ കൃത്യമായിട്ടുള്ള സിഗ്നലിംഗ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പല സ്ഥലത്തും അനാവശ്യമായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നല്ല സെറ്റായി വരും. കാര്യം നമ്മൾ പലതവണ പോയിട്ടുള്ള വഴികളാണെങ്കിലും ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് പല എക്സിറ്റും എൻട്രിയും ഒക്കെ മിസ്സായിട്ട് നമുക്ക് പല സ്ഥലത്തും വഴി തെറ്റിയൊക്കെയാണ് നമ്മൾ കോഴിക്കോട് എത്തപ്പെട്ടത് കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു റോഡും കാര്യങ്ങളൊന്നും അല്ലല്ലോ. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഹൈവേയുടെ കൺസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് 3-4 ആള് 5 ആള് പൊക്കത്തിലൊക്കെയുള്ള മതിലുകളാണ് പണിത് വെച്ചിരിക്കുന്നത്. ഓരോ ജംഗ്ഷനുകളും ചിലപ്പോൾ ഹൈവേയുടെ അങ്ങേ സൈഡിലായിരിക്കും ടൗൺ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ എത്തിപ്പെട്ട് കോഴിക്കോടേക്ക് ടൗണിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു വണ്ടി പോകേണ്ട ഒരു ട്രാക്കിലാണ് ആ 3-4 വണ്ടികൾ 3-4 ലൈനായിട്ട് വണ്ടികൾ കുത്തി കയറ്റി നിർത്തി ബ്ലോക്ക് ആക്കിയേക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബസ്സോ അങ്ങ് പോവുകയാണെങ്കിൽ അതിനെ പിന്തുടർന്ന് അങ്ങ് കൃത്യമായിട്ട് പോയാൽ മതി. പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് പോലും പോകാത്ത രീതിയിൽ മനുഷ്യൻ ഇങ്ങനെ കുത്തിക്കടത്തി ധൃതി. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ട ഈ ഒരു മലയുടെ മുകളിലേക്കാണ്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നിലമ്പൂര് ഒരു മല കക്കാടംപൊയിൽ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് വന്ന് ആ കക്കാടംപൊയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അപ്പം തന്നെ അടുത്ത ലൊക്കേഷൻ പിടിക്കുമായിരുന്നു. അപ്പോൾ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അവരുടെ ജീപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ച് മേഖലകളിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കണം. കോൺക്രീറ്റ് കൊണ്ട് ഇതൊക്കെ കെട്ടി അവരുടെ ജീപ്പിലാട്ടോ നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുപോയത്. അത്യാവശ്യം നല്ല അടിപൊളി റൈഡ്. ഇടത് സൈഡിൽ കാണുന്ന വീടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോട്ടേജ്. അപ്പോൾ ഇത്രയും നല്ലൊരു സെറ്റപ്പിലുള്ളൊരു നല്ല വൈബും ആംബിയൻസും ഒക്കെ ഉള്ളൊരു സംഭവമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിസോർട്ടിൻ്റെ പേരാണ് നീബാർ ഗേറ്റ്. നീബാർ ഗേറ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നതാട്ടോ നിലമ്പൂർ ഗേറ്റ് എന്നാണെന്ന് തോന്നുന്നു. കാരണം ഇത് നിലമ്പൂരാണുള്ളത്, കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം.
നമ്മൾ ഒരു ദിവസത്തേക്കുള്ള പാക്കേജാണ് ഇവരുടെ അടുത്തുനിന്ന് എടുത്തിട്ടുള്ളത്. ആ ഒരു വീട്ടിൽ 2 ബെഡ്റൂമാണ് ഉണ്ടായിരിക്കുക. ഫുൾ AC സെറ്റപ്പൊക്കെ ഉള്ള ഒരു സംഭവം. ക്യാമ്പ് ഫയർ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാവിധ സെറ്റപ്പും അന്നൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവരവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിന്നർ പക്ഷേ ഞങ്ങൾ കോഴിക്കോട് വന്നതുകൊണ്ട് റഹ്മത്തിൽ നിന്നുള്ള ബിരിയാണി തന്നെ നമുക്ക് വേണമല്ലോ. റഹ്മത്തിലെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടാണല്ലോ. അപ്പോൾ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾ പാഴ്സൽ വാങ്ങി ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോർട്ടിൽ വന്ന് അവിടെ നിന്ന് ഡിന്നർ കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം 100-110ഓളം പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു റിസോർട്ടാണ് കേട്ടോ. രാത്രി നമ്മളവിടെ എത്തി ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ പേഴ്സണലായിട്ടുള്ള നമുക്ക് 1 മണിക്കൂർ സമയം തരും. പിന്നെ കോമൺ ആയിട്ടുള്ള പൂള് ഓപ്പൺ ആക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 9:30-ക്ക് ശേഷം, 10 മണിക്ക് ശേഷം. അപ്പോൾ 2 സമയത്ത് നമുക്ക് പൂള് കിട്ടും. ഒന്ന് നമുക്ക് ഫാമിലി ടൈം എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ നമുക്ക് മാത്രം, നമ്മളെ ഫാമിലിക്ക് മാത്രമായിട്ട് ആ ഒരു പൂള് റിസർവ്ഡ് ആണ്. 2 പൂള് ആ ഒരു റിസോർട്ടിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി നമുക്ക് 12 മണി 1 മണി വരെ നമുക്ക് അവിടെ കിടന്ന് വെള്ളത്തിൽ കുളിക്കാനും, കാരണം പ്രൈവസി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, സേഫും ആണ്. കാരണം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ റിസോർട്ടിൽ നമ്മൾ കിടന്ന് അത്താഴമൊക്കെ കഴിച്ച് കിടന്ന് അവിടെ കിടന്നുറങ്ങി. പിന്നീട് രാവിലെ പലപലാന്നുള്ള സമയത്ത് നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോഴാണ് ആ പശ്ചിമഘട്ടത്തിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റണത്. കോടയിൽ മൂടി, കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് കൊണ്ട് മൂടിയ ഒരു വാഗമണ്ണിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയനാടിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അതേ ഒരു ആംബിയൻസ് ഈ പറഞ്ഞ കൊക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോഴിക്കോട് നിലമ്പൂരിലാണ് ഇതുള്ളത്. കോഴിക്കോടിൻ്റെ എൻഡാണ് നിലമ്പൂര്. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ആംബിയൻസ് കിട്ടും കേട്ടോ. രാത്രി ഒത്തിരി വൈകി കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികളാരും രാവിലെ എണീറ്റില്ല. പക്ഷേങ്കിൽ ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന ആ ഒരു നമ്മുടെ വീട്, നമ്മുടെ ആ ഒരു കോട്ടേജ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കോട്ടേജിൻ്റെ ആ ഭാഗത്തേക്ക് കാറ്റിനൊപ്പം മഞ്ഞ് പോലെ കോട കയറി വരുന്ന ഒരു ആംബിയൻസ് ഒരു അറൗണ്ട് ഒരു 9 മണി ആയി കഴിഞ്ഞപ്പോൾ, രാവിലെ 9 മണിക്ക് പോലും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മലേൻ്റെ താഴെ അറ്റത്ത് വെള്ള കളറിൽ ഉള്ള കോട അവിടെ നിന്ന് ഇങ്ങനെ കാറ്റിൻ്റെ ഒപ്പം നമ്മുടെ അടുത്തേക്ക് കയറി വരുന്ന ഒരു സെറ്റപ്പ് അനുഭവം ജീവിതത്തിൽ ലഭിച്ചു കേട്ടോ. വെറുതെ അല്ല, മോഹൻലാലിൻ്റെ ഒക്കെ പരസ്യത്തിൽ പറയുന്ന ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മൂന്നാർ ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെയും ഈ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല ഹെയർ പിന്നുകളൊക്കെ കയറി നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലമാണ്. റിസോർട്ട് കൃഷിയാണ് അവിടെ. നമ്മൾ മൂന്നാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയില കൃഷി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മലയുടെ ഒരു സൈഡ് ഒരു പാർട്ടിയുടെ റിസോർട്ടാണെങ്കിൽ അതിൻ്റെ മറ്റേ സൈഡ് വേറെ പാർട്ടിയുടെ റിസോർട്ടുകളാണ്. വിവാദങ്ങളിലൊക്കെ പെട്ട പല റിസോർട്ടുകളുണ്ട്. എന്നിരുന്നാലും ഇവിടെ കൃത്യമായിട്ടുള്ള സേഫ്റ്റിയും സുരക്ഷയും മാനദണ്ഡങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഈ ഒരു റിസോർട്ടിൽ നമുക്ക് നല്ലൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും എല്ലാ സ്ഥലത്തും കൈവരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഫുള്ള് CCTV കൺട്രോൾഡ് ആണ്. നമുക്കൊരു പ്രൈവസി ഉണ്ട്. എന്തുകൊണ്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ടുള്ള സമയത്ത് അവർ അറേഞ്ച് ചെയ്ത് തന്നു. എല്ലാ കാര്യം കൊണ്ടും ഡീലിങ്സ് എല്ലാം നല്ല നീറ്റ് ആൻഡ് നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തുള്ള ഒരു സർവീസാണ് നമുക്കിവിടെ ലഭിച്ചത്. ഈ ഒരു റിസോർട്ടിന്റെ ഒരു ഓവറോൾ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10-ൽ ഒരു 8 മാർക്കൊക്കെ കൊടുക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആകെ ഒരു ഇതായിട്ട് തോന്നുക എന്ന് വെച്ചാൽ നല്ല പൊക്കമുണ്ട്. ആ മലേൻ്റെ മുകളിലേക്ക് നമ്മുടെ വണ്ടി ഒന്നും ഓടിച്ച് കയറാൻ സാധിക്കില്ല. അതിപ്പോൾ ഈ ഇങ്ങനെയുള്ള ഹില്ലി ഏരിയകളിൽ നമ്മൾ എവിടെ പോയാലും ആസ് യൂഷ്വൽ നമുക്ക് നമ്മുടെ വാഹനം അവിടേക്ക് എത്തില്ല. അപ്പോൾ അവർ അതിനുള്ള വാഹനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ, ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ഡിന്നർ നമുക്ക് വേണമെങ്കിൽ അവർ തന്നെ അവിടെ നിന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് തരും. പിന്നെ നല്ല പ്രഭാതം ഇങ്ങനെ കാണാനായിട്ട് ഓരോ കെട്ടിടത്തിൻ്റെ മുകളിൽ നമുക്ക് കയറി നിന്ന് കാണാനുള്ള ഒരു ബാൽക്കണിയൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന മഞ്ഞ് പോലെയുള്ള കോട നമ്മുടെ മുറിയുടെ അടുത്തേക്ക്
കാറ്റത്ത് രാവിലെ ഇങ്ങനെ വരുന്നത് നല്ല നമ്മൾ ആ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിറ്റ് ഔട്ടിലോ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സ്വിമ്മിംഗ് പൂള് ആദ്യം നമുക്ക് വിസിബിൾ ആയിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കോട നമ്മുടെ ബെഡ്റൂമിൻ്റെ വന്ന് നമ്മളെ കവർ ചെയ്ത് നമ്മൾ മഞ്ഞിൻ്റെ അകത്തേക്ക് അങ്ങ് അലിഞ്ഞു തരുന്ന ആ ഒരു സെറ്റപ്പ്, ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് ഒരു റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വെള്ളയപ്പം, മുട്ടക്കറി, കടലക്കറി, ഇടിയപ്പം, പുട്ട്, അങ്ങനെയുള്ള 3-4 വെറൈറ്റി. കൂട്ടത്തിൽ ഒരു ഫ്രഷ് ഫ്രൂട്ട് സാലാഡ് പോലെ കുറച്ച് വത്തക്കായും അതുപോലെ തന്നെ കുക്കുംബറൊക്കെ പിന്നെ നമ്മുടെ കപ്പങ്ങയൊക്കെ ചെത്തി. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ചെല്ലണവർക്ക് ഇത് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം. ഇനി രാവിലെ നമുക്ക് ചെക്കൗട്ട് ടൈം 12 മണിക്കാണ്. അപ്പോൾ ആ 12 മണിക്ക് മുമ്പ് വരെ നമുക്ക് വീണ്ടും വെള്ളത്തിൽ ചാടാനുള്ളൊരു സാഹചര്യം ഉണ്ട് കേട്ടോ. കൊച്ചുങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹൈറ്റിലുള്ള ഒരു ലാൻഡിങ് ഏരിയ പോലെ ഒരു കുറച്ച് ഉയർന്ന ഒരു പൂള്, ഒരു കുഞ്ഞു പൂള് സെപ്പറേറ്റഡ് ആയിട്ട് ഉണ്ട്. കൂടാതെ അവർക്ക് ഇങ്ങനെയുള്ള ബലൂണുകൾ വീർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി ഇതിന് വേണ്ടിയിട്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും അടിപൊളിയാണ്. മക്കൾക്ക് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നീന്താനും കളിക്കാനും ഒക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ട്. യൂറോപ്പിലെ നല്ല തണുപ്പിൽ നിന്ന് നാട്ടിലെ നല്ല ചൂടിലേക്ക് ചെന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ആ ഒരു ചൂടിൻ്റെ ആ ഒരു കാഠിന്യം ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ ഒരു കാഠിന്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളത്തിൽ പോയി കിടന്ന് ചാടാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിള്ളേർ എല്ലാവരും ഫാമിലി അടക്കം, നമുക്ക് ഫാമിലി ടൈം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്, പിന്നെ കോമൺ ആയിട്ടുള്ള സമയമുണ്ട്. 2 സമയവും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. മാക്സിമം വെള്ളം കുടിച്ചു ഫാബിയൻ. ശരിക്കും വെള്ളത്തിൽ ചാടി മുങ്ങി നീന്തി. പുള്ളിക്കാരനും ഇതെല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനെയുള്ള ഒരു പൂളിലൊക്കെ ചാടിയിട്ട്. കാരണം യൂറോപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു വെള്ളത്തിലോ പൂളിൽ നിലമ്പൂരിന്റെ വാഗമൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കക്കാടംപൊയിൽ. കാരണം ഇവിടെ വാഗമണിൽ മൊട്ടക്കുന്നുകളാണെങ്കിൽ ഇവിടെ ഉള്ളത് റിസോർട്ട് കുന്നുകളാണ്. എല്ലാ കുന്നുകളിലും ഓരോ റിസോർട്ടുകളുണ്ട്. രാവിലെ അതിഭീകരമായിട്ടുള്ള മഞ്ഞുണ്ട്, അതിഭീകരമായിട്ടുള്ള കോടയുണ്ട്, നല്ല ഭംഗിയുള്ള വ്യൂവിങ് ആണ്. എന്ന് വെച്ചാൽ ജീവിതം നമുക്ക് ഒന്നുള്ളൂ. അപ്പോൾ ആ ജീവിതത്തിൽ യാത്രകൾ പോകാനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ലൊക്കേഷനാണ് കക്കാടംപൊയിൽ. കാരണം നമ്മൾ ഇവിടേക്കുള്ള റൂം നമ്മൾ സഡനായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ പല സ്ഥലത്ത് വിളിക്കുമ്പോഴും എല്ലായിടത്തും ഹൗസ്ഫുള്ളാണ്. കാരണം നമുക്ക് പെട്ടെന്നൊരു ദിവസം ഓടി ചെന്നിട്ട് ഒരു റൂം കിട്ടുമോ അല്ലെങ്കിൽ ഒരു റിസോർട്ട് കിട്ടുമോ എന്ന് ഓൺലൈനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബുക്കിംഗ് എല്ലാം ഫുള്ളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ കക്കാടംപൊയിൽ, നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ കക്കാടംപൊയിൽ. എന്തായാലും കക്കാടംപൊയിൽ പോയിട്ടുള്ള ആ ഒരു ദിവസം നമുക്ക് നല്ല വർത്ത്ഫുൾ ആയിരുന്നു. കൊടുത്ത പൈസയ്ക്കുള്ള മൂല്യമുള്ള സർവീസ് നമുക്ക് ആ ഒരു റിസോർട്ടിൽ നിന്ന് ലഭിച്ചു. ഇനി ആർക്കെങ്കിലും നമ്മളത് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സെറ്റപ്പാണ്. ഫയർ ഡാൻസ്, രാത്രി തീയൊക്കെ ഇട്ടിട്ട് ക്യാമ്പ് ഫയറൊക്കെ വെച്ച് പാട്ടും അടിപൊളി, നല്ല എന്നാ പറയണത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചുരം ഇറങ്ങണ സമയത്ത്, ചുരം എന്ന് പറയാൻ കാരണം ഈ കക്കാടംപൊയിലേക്ക് നമ്മൾ കയറ്റം കയറി പോകണം. അത്യാവശ്യം നല്ല 8-9 ഹെയർ പിന്ന് കയറിയിട്ടാണ് പോണത്. ഹെയർ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമരശ്ശേരി ചുരം പോലെയുള്ള ഒരു ഹെയർ പിന്നുകളല്ല. എന്നിരുന്നാൽ പോലും ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് അവിടെ വേണ്ടത്. കാരണം നല്ല കയറ്റമുണ്ട്. അപ്പോൾ ആ കയറ്റം നമ്മൾ കയറി അങ്ങോട്ട് പോയി രാത്രിയിൽ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് വീണ്ടും വൈഫിന് എന്നെ വണ്ടി ഓടിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം, ഹെയർ പിന്നെ ആദ്യമായിട്ട് ഓടിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയണ പോലെ. അപ്പം പിന്നെ പുള്ളിക്കാരത്തി വണ്ടി ഏറ്റെടുത്തു, സാരഥ്യം ഏറ്റെടുത്തു. ഹെയർ പിന്നുകളൊക്കെ അവൾ കൂളായിട്ട് വണ്ടി ഓടിച്ച് ഇറക്കി. ഞങ്ങളങ്ങനെ കോഴിക്കോട്ടേക്ക് തിരിച്ച് പോന്നു. കോഴിക്കോട് ടൗണിലും ബീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് നമുക്ക് റഹ്മത്തുള്ള ബിരിയാണി അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, പാരഗണ്, അങ്ങനെ കുറേ അധികം ആഗ്രഹങ്ങളും കൊണ്ടാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തിയത്. പക്ഷേ പല കാരണങ്ങളും കൊണ്ടും നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള ഒരു കാര്യങ്ങളും നടന്നില്ല. എന്നിരുന്നാലും നമ്മൾ അടുത്ത യാത്ര, കാരണം കോഴിക്കോട് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു അത്. നമ്മൾ ഇങ്ങനെ കക്കാടംപൊയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് മാറ്റി അവിടുന്ന് നമ്മൾ അടുത്ത ട്രിപ്പ് നേരെ തിരിച്ച് വയനാട്ടിലോട്ടാണ് നമ്മൾ പോയത്. കാരണം കൂടുതൽ സമയം നമുക്കില്ല, കുറച്ച് ദിവസമേ ഉള്ളൂ. ആ കുറച്ച് ദിവസം ഉള്ളത് കൊണ്ട് മാക്സിമം ദൂരം നമുക്ക് കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത യാത്ര നമ്മൾ വയനാട്ടിലോട്ടാണ്. കോഴിക്കോട് നിന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് നമ്മൾ
വയനാട്ടിലോട്ട് അടുത്ത യാത്ര. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അടുത്ത യാത്രയിൽ.